നമസ്കാരം. അമ്പാടിക്കണ്ണൻ്റെ അവതാരപ്പിറവി ആഘോഷിക്കുന്ന ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത്. ലോകത്ത് നന്മയ്ക്ക് അപജയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാൻ മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചു എന്നാണ് വിശ്വാസം. ജീവിതമെന്ന മഹാപ്രവാഹത്തിൽ ഒരു മന്ദസ്മിതത്തോടെ വശത്താക്കാമെന്ന് സമസ്ത മാനവരാശിയെയും പഠിപ്പിച്ച യുഗാതീത വിസ്മയമാണ് വൃന്ദാവന കണ്ണൻ. കർമ്മവീര്യത്തിൻ്റെ ഗംഭീരനാദമാണ് ഭഗവാൻ മുഴക്കിയ പാഞ്ചജന്യം. ധർമ്മ അധർമ്മത്തിൻ്റെ രണഭൂമിയിൽ ധർമ്മപക്ഷത്ത് നിന്നുകൊണ്ട് അധർമ്മത്തിൻ്റെ കാരിരുമ്പ് ശക്തിയെ തകർത്ത ശംഖുലി. തുടർന്ന് ഗുരുവചനം. കർമ്മം ചെയ്താൽ മതിയെന്ന് എല്ലാവരും പറയും. പക്ഷേ കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനം കൂടാതെയുള്ള കർമ്മം ശരിയായ കർമ്മമാകുകയില്ല. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദലഹരി ആലപിക്കുന്നത് കേൾക്കാം. കദാ വാ കൈലാസേ കനകമണിസൗധേ സഹഗണൈഃ വസൻ ശംഭോരഗ്രേ സ്ഫുടഘടിതമൂർധാഞ്ജലിപുടഃ വിഭോ സാംബ സ്വാമിൻ പരമശിവ പാഹീതി നിഗദൻ വിധാതॄണാം കൽപ്പാൻ നിമിഷമിവ നേഷ്യാമി സുഖതഃ. സന്ധ്യാദീപം. ഇനി ശങ്കരസ്തോത്രാമൃതം. കൈലാസത്തിൽ ശിവന്റെ സമീപത്ത് സ്വർണങ്ങളാലും മുത്തുകളാലും അലങ്കരിക്കപ്പെട്ട സൗധത്തിൽ ശിവഗണങ്ങളോടുകൂടി ഇരുന്ന് മൂർധാവിൽ തൊഴുകൈകൾ വെച്ച് ശിവന്റെ വിവിധ നാമങ്ങൾ ചൊല്ലി കീർത്തിച്ച് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പരാഭക്തിയുടെ ഭാവമാണ് ശിവാനന്ദലഹരിയിലെ 24ാം ശ്ലോകം. ഈ ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശിവാനന്ദ ലഹരിയിൽ 23 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. സകല ദേവഭാവപ്രാപ്തിക്കുമുപരി പരമാനന്ദ പ്രാപ്തിക്കായിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പരമമായ ദേവപദവി ലഭിച്ചാൽ പോലും കൃതാർത്ഥതയാവില്ല എന്ന് വെളിപ്പെടുത്തി. തുടർന്ന് തൻ്റെ ആ ഒരു പരാഭക്തിയുടെ ഭാവം പ്രകടിപ്പിക്കുകയാണ്. കൈലാസേ കനകമണി സൗധേ ഗണൈഹി സഹ വസൻ
ശംഭോ അഗ്രേ സ്ഫുടഘടിതമൂർധാഞ്ജലിപുട അഹം കദാ വാ വിഭോ സാംബ സ്വാമിൻ പരമശിവ പാഹി പാഹി ഇതി നിഗതൻ വിധാതൃണാം കൽപ്പാൻ നിമിഷമിവ നേഷ്യാമി സുഖതഃ. ഒരു ചോദ്യമാണ്. ശ്ലോകം മുഴുവൻ ചേർന്നാൽ ഒറ്റ ചോദ്യമാണ്. അല്ലയോ ഭഗവാനെ, കൈലാസത്തിൽ കനകമണി സൗധത്തിൽ, കനകമണി സൗധം എന്ന് പറഞ്ഞാൽ കനകത്താലും മണികളാലും അലങ്കരിക്കപ്പെട്ട സൗധം, കൈലാസത്തിൽ ശിവൻ്റെ ആലയത്തിൽ കൈലാസ പർവ്വതത്തിൽ സ്വർണം കൊണ്ടും രത്നങ്ങളെ കൊണ്ടും അലങ്കരിക്കപ്പെട്ട മഹാസൗധത്തിൽ ശിവഗണങ്ങളോടുകൂടി, ഗണൈഹി സഹ, ശിവഗണങ്ങളോടുകൂടെ വസിക്കുന്നവനായിട്ട്, എവിടെ വസിക്കുന്നവനായിട്ട്? ശംഭോരഗ്രേ, ശംഭുവിൻ്റെ തൊട്ട് മുന്നിൽ ഭഗവാൻ അഭിമുഖമായിട്ട് ഗണങ്ങളോടുകൂടി ചേർന്ന് വസിച്ച്. എങ്ങനെ വസിച്ച്? സ്ഫുടഘടിത മൂർധാഞ്ജലിപുട, സ്ഫുടമായി, സ്പഷ്ടമായി, വ്യക്തമായി മൂർധാവിൽ അഞ്ജലിപുടത്തെ ബന്ധിച്ചുകൊണ്ട്. താത്പര്യം, മൂർധാവിൽ ശിരസിന് മുകളിൽ അഞ്ജലിപുടത്തെ ബന്ധിച്ച്, ഇങ്ങനെ കൂപ്പുകയ്യെ ബന്ധിച്ചുകൊണ്ട് ശിരസിന് മുകളിൽ തൊഴുകൈകളോടുകൂടി നിലയുറപ്പിച്ച് വിഭോ സാംബ സ്വാമിൻ പരമശിവ എന്നൊക്കെ വിളിച്ച് പാഹി പാഹി, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വിധാതൃണാം കൽപ്പാൻ, ബ്രഹ്മാവിൻ്റെ കൽപ്പകാലങ്ങളെ സുഖതഃ, അത്യന്ത സുഖത്തോടുകൂടി, നിമിഷമിവ, ഒരു നിമിഷം പോലെ, കഥാനേഷ്യാമി, ഞാൻ എപ്പോഴാണ് നയിക്കുക? ഇതാണ് ചോദിക്കുന്നത്. വലിയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ മുറിച്ച് അർത്ഥം മനസ്സിലാക്കേണ്ടി വരും. കാരണം മുഴുവൻ ശ്ലോകം ചേർന്നാലേ ഒരു വാക്യമാകൂ. അപ്പോൾ ഇതാണ് താത്പര്യം. കൈലാസത്തിൽ ശിവൻ്റെ ധാമത്തിൽ സ്വർണത്താലും മുത്തുകളാലും അലങ്കരിക്കപ്പെട്ട സൗധത്തിൽ ശിവഗണങ്ങളോടുകൂടെ ഇരുന്ന് മൂർധാവിൽ തൊഴുകൈകൾ വെച്ചുകൊണ്ട് ശിവൻ്റെ വിവിധ നാമങ്ങൾ ചൊല്ലി കീർത്തിച്ച് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാഭക്തിയെ നുകർന്ന് സുദീർഘങ്ങളായ കൽപ്പകാലങ്ങളെ നിമിഷം പോലെ ഞാൻ എപ്പോഴാണ് നയിക്കുക? സമയം ആപേക്ഷികമാണ്, തീർത്തും ആപേക്ഷികമാണ്. ഒരാളുടെ ദൃഷ്ടിയിൽ സുദീർഘകാലം, മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അല്പകാലമാകാം. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ട് ഒരല്പനേരം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തരും. പരയുടെ പാല് നുകർന്ന മഹാഭാഗ്യവാന്മാരായ ധന്യന്മാരായ വിജ്ഞാനികൾക്ക് ലൗകിക ദൃഷ്ടിയിൽ 10,000 വർഷം എന്നുള്ളത് ഒരു നൊടിയാണ്. എന്നാൽ നമ്മൾ പ്രകൃതിക്ക് അധീനരായി പോയാലോ ഒരു നിമിഷം 10,000 ആണ്ട് പോലെ തോന്നിയെന്നും വരും. അപ്പോൾ തീർത്തും ആപേക്ഷികമാണ് കാലം. സകല സൃഷ്ടിയും നടക്കുന്ന കാലമാണ് കൽപ്പകാലം, സുദീർഘമായ കാലം. ആ കൽപ്പകാലത്തിൻ്റെ ആരംഭത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിജാലങ്ങളെ ചെയ്യുന്നു. കൽപ്പത്തിൻ്റെ ഒടുവിൽ എല്ലാം പ്രളയത്തെ പ്രാപിക്കുന്നു. വീണ്ടും അടുത്ത കൽപ്പത്തിൽ സൃഷ്ടി ആരംഭിക്കുന്നു, വീണ്ടും ഒടുവിൽ പ്രളയത്തെ പ്രാപിക്കുന്നു. അതിനിടയ്ക്ക് സുദീർഘമായ കാലമാണ്. അനേക ലക്ഷം, അനേക കോടി കൊല്ലങ്ങൾ ചേർന്ന ഒരു കാലമാണ് അതിനിടയ്ക്ക് പോകുന്നത്. അപ്പം ഇത്രയും സുദീർഘമായ കാലം ഒരു നിമിഷം പോലെ ഞാൻ എന്നാണ് നയിക്കുക? താത്പര്യം, പരമശിവനിലുള്ള പരാഭക്തിയിൽ കാലത്തെ അതിക്രമിച്ചവനായി ഞാൻ എന്ന് തീരും? ഇതാണ് ചോദിക്കുന്നത്. അതിനെ വിസ്തരിച്ച് പറയുകയാണ്. കൈലാസം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ ധാമമാണ്, പ്രസിദ്ധമാണ്. അപ്പോൾ എന്താണ് എൻ്റെ ശരിയായ ഭാവം? എൻ്റെ പാരമാർത്ഥികമായ ഭാവം എന്താണ്? ആ ബോധമാണ് കില ആസം. അതിലാണ് കൈലാസം. തൻ്റെ പാരമാർത്ഥികമായ ഭാവത്തിലുള്ള ഉറച്ചിരിപ്പ്, അതാണ് ശിവൻ്റെ ധാമം.
ആ ശിവൻ്റെ ധാമത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ എപ്പോൾ കാലത്തെ അതിക്രമിക്കും എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം വിചാരത്തിന് വിധേയമാക്കാം. അടുത്ത പ്രാവശ്യമാവട്ടെ. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക് പോകാം. നമസ്കാരം. ലോകത്തിലെ എല്ലാ മതചിന്തകളും ആരംഭിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി എന്നുള്ള വിഷയത്തിൽ നിന്നാണ്. ഗുഹാമനുഷ്യൻ തൊട്ട് ഏറ്റവും ആധുനിക സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ പ്രപഞ്ചോൽപ്പത്തിയുടെ രഹസ്യങ്ങളെ തേടി നടന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശിവനും ശക്തിയും ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രപഞ്ചം എന്ന് തന്ത്രം പറയുന്നു. സാഖ്യദർശനത്തിൽ പ്രകൃതിയും പുരുഷനും ഒന്നായി ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രപഞ്ചം എന്ന് പറയുന്നുണ്ട്. പ്രകൃതിയും പുരുഷനും ഒന്നായി ചേർന്നിരിക്കുന്ന ആ അവസ്ഥ നമുക്ക് ഒരു ക്ഷേത്രം എന്ന് പറയുന്ന സംവിധാനത്തിൽ വളരെ പ്രബലമായി വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ ചിന്തിക്കുമ്പോൾ ഉദാഹരണമായി ഒരു ഗ്ലാസ് പാലിൽ നമുക്ക് ഈ പാലിൻ്റെ മൂലകങ്ങളെയും ജലാംശത്തെയും വേർതിരിച്ചാൽ ഇതിന് പാലെന്ന് പറയുന്നൊരവസ്ഥ ഇല്ലാതെയാകുന്നു എന്ന് നമ്മൾ പറയും. കാരണം പാലിൽ നിന്ന് പാലിൻ്റെ ഘടകങ്ങളെയൊക്കെ വേർതിരിച്ചാൽ പിന്നെ അത് പാലല്ല. അതുപോലെ തന്നെയാണ് ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന അവസ്ഥ. ഇത് രണ്ടും ചേർന്നിരിക്കുന്ന ആ മഹാമൈഥുന്യാവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇവിടെ പ്രകൃതി പുരുഷൻ, ശിവൻ ശക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ക്ഷേത്രപ്രതിഷ്ഠാ സംവിധാനത്തിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത് നമുക്ക് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട് വിഗ്രഹത്തെ പുരുഷാത്മകമായിട്ടും പീഠത്തെ പ്രകൃത്യാത്മകവുമായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ശിവൻ്റെയും ശക്തിയുടെയും അല്ലെങ്കിൽ പ്രകൃതിയുടെയും പുരുഷൻ്റെയും സംയോഗ ഫലമാണ്. കാണപ്പെടുന്നതൊക്കെ പ്രകൃതിയും കാണപ്പെടാതെ അകമേ സ്ഫുരിക്കുന്നത് ശിവനുമാണ് എന്നാണ് സാമാന്യമായി നമ്മൾ പറയുക. നമ്മൾ ശരീരവർത്തിയായിരിക്കുന്ന ഈശ്വരനെയാണ് ഇവിടെ ശിവൻ അല്ലെങ്കിൽ പുരുഷൻ എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടത്. അതായത് നമ്മുടെ ജീവാത്മാവ്, നമ്മുടെ ശരീരത്തിൽ അന്തരവർത്തിയായിട്ടുള്ള ജീവാത്മാവിനെ പുരുഷനായിട്ടും ശരീരപ്രകൃതിയെ പുരുഷപ്രകൃതി സ്ത്രീ പ്രകൃതി എന്ന ഒരു അർത്ഥത്തിലാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അയാളുടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന അർത്ഥത്തിലല്ല, പുരുഷപ്രകൃതി, ആ ശരീരപ്രകൃതിയെ പുരുഷപ്രകൃതിയാണ്, സ്ത്രീയെ സ്ത്രീ പ്രകൃതിയാണ് എന്ന് പറയാറുണ്ട്. അത് ഇത്തരത്തിലുള്ള ശരീരത്തിൽ അന്തരവർത്തിയായിട്ടുള്ള ഈശ്വരനെ, പരമാത്മാവിനെ പുരുഷനായിട്ടും ശരീരത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഭൗതികമായി പുറമേ കാണുന്ന വസ്തുക്കളെ പ്രകൃതിയായിട്ടുമാണ് മനസ്സിലാക്കേണ്ടത്. തന്ത്രശാസ്ത്രം ഈ വിധത്തിലാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
ഭക്ത ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഐതിഹ്യം. അതിനുശേഷമാണ് നാലമ്പലത്തിനുള്ളിൽ സ്ത്രീകൾക്ക് വിലക്ക് വന്നത്. ബാലികമാർക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാനെ ദർശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല. ഒരു മഹാക്ഷേത്രങ്ങളെ പോലെ 5 പൂജയും 3 ശിവേലിയും ഉള്ള ക്ഷേത്രമാണ്. ആട്ടവിശേഷ ദിവസമായ വിഷു, തിരുവോണം, അഷ്ടമി രോഹിണി, പ്രതിഷ്ഠാദിനം എന്നീ വിശേഷ ദിവസങ്ങളിൽ വിശേഷാൽ 4 പൂജയും, അതായത് ഇരട്ടി പൂജ, ഇരട്ടി നിവേദ്യത്തോടു കൂടിയുള്ള പൂജയും കലശാഭിഷേകവും ശ്രീഭൂതബലി, ആനപ്പുറത്തെഴുന്നള്ളിപ്പും, അങ്ങനെ വളരെ വിപുലമായ ചടങ്ങുകളുള്ള ഒരു ക്ഷേത്രമാണ്. പൂജകളിലും മറ്റും ദേവീ സങ്കല്പത്തിന് പ്രാധാന്യവുമുണ്ട് ഇവിടെ. അതിലൊന്നാണ് നാലമ്പലത്തിനുള്ളിലെ ബലിക്കല്ലുകളിലെ സപ്തമാതൃക്കളുടെ സാന്നിധ്യം. നിത്യവും സന്ധ്യാദീപാരാധനയ്ക്ക് മുൻപ് നാലമ്പലത്തിനു മുന്നിൽ മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് വിളക്ക് തെളിയിച്ച ശേഷമേ ചടങ്ങുകൾ ആരംഭിക്കൂ. മതിലകം രേഖകൾ ഉൾപ്പെടെയുള്ളവയിൽ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. AD 1729 തിരുവിതാംകൂറിൽ ഭരണമേൽക്കുകയും രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്ത അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തു തന്നെ മലയൻകീഴ് ക്ഷേത്രത്തിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വാദ്യക്കാരെ വരുത്തിയിരുന്നതായി ചരിത്രരേഖകളിൽ സൂചിപ്പിക്കുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പ്രശസ്തമാക്കിയതിനു പിന്നിൽ കുട്ടിക്കുഞ്ഞു തങ്കച്ചിയുടെ കവിതകൾക്കും പ്രധാന പങ്കുണ്ട്. ഭഗവാനെക്കുറിച്ചുള്ള അവരുടെ കവിതകൾ മുമ്പ് അനന്തപുര നിവാസികൾ ഭക്തിയോടെ ചൊല്ലിയിരുന്നു. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമിയെ തിരുവല്ല വാഴപ്പൻ എന്ന അർത്ഥത്തിൽ തിരുവല്ലാഴപ്പൻ എന്നും വിളിച്ച് ഭക്തർ പ്രാർത്ഥിച്ചു വരുന്നു. അതിനു പിന്നിൽ ഒരൈതിഹ്യമുണ്ട്. വിഷ്ണുഭക്തനായ വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് ഒരിക്കൽ ശ്രീകൃഷ്ണ ദർശനം ലഭിച്ചു. ദ്വാരകയിൽ സാത്യകി പൂജിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ജലത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടെന്നും അതെടുത്ത് യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നും സ്വാമിയാരോട് ശ്രീകൃഷ്ണൻ നിർദ്ദേശിക്കുന്നതായിരുന്നു സ്വപ്നം. അടുത്ത ദിവസം സ്വാമിയാർ കുളിക്കാൻ നദിയിൽ മുങ്ങിയപ്പോൾ തൻ്റെ ശിരസ് ഏതോ വസ്തുവിൽ തട്ടിയതായി തോന്നി. അദ്ദേഹം അതെടുത്ത് പുറത്തു കൊണ്ടുവന്നപ്പോൾ മനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹമാണെന്ന് മനസ്സിലായി. സ്വാമിയാർ അതിനെ പ്രതിഷ്ഠിക്കാൻ പത്തനംതിട്ടയ്ക്കടുത്തുള്ള തിരുവല്ലയിൽ ക്ഷേത്രം പണിയിച്ചു. പ്രതിഷ്ഠാദിനമെത്തിയപ്പോൾ സ്വാമിയാർക്ക് മറ്റൊരു സ്വപ്നം ലഭിച്ചു. വിഗ്രഹം മലയൻകീഴ് എന്ന സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നു സ്വപ്നത്തിലെ നിർദ്ദേശം. അങ്ങനെയാണ് വിഗ്രഹം മലയൻകീഴ് പ്രതിഷ്ഠിച്ചത്. ഇതിനുശേഷം മലയൻകീഴ് ക്ഷേത്രപ്രതിഷ്ഠയെ തിരുവല്ലാഴപ്പൻ എന്ന് ഭക്തർ വിളിച്ചു പോരുന്നു. 2 ക്ഷേത്രങ്ങൾക്കും നൂറ്റാണ്ട് മുമ്പുള്ള ബന്ധത്തെയാണ് ഈ ഐതിഹ്യം കൂട്ടിയിണക്കുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു ഘടകമെന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ ദാർശനിക ഗ്രന്ഥം ജ്ഞാനപനുവൽ, അതായത് സംസ്കൃത ഭാഷയിലുള്ള ശ്രീമദ് ഭഗവത്ഗീത ആദ്യമായി ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടുന്നത് ഈ ക്ഷേത്ര സന്നിധിയിൽ വച്ചാണ്. അത് നിർവഹിച്ചത് മാധവ കവിയാണ്. മാധവ കവി തൻ്റെ പുസ്തകത്തിൽ താൻ മലയൻകീഴ് തിരുമാതിൻ വല്ലഭൻ അരുളാലെ ആണ് ഈ പുസ്തകം ജ്ഞാനപനുവൽ, അതായത് അറിവിൻ്റെ ശാസ്ത്രം എഴുതുന്നത് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തിപ്രസ്ഥാനത്തെ സാമാന്യ ജനങ്ങളുടെ ഭാഷയിലേക്ക് പരിചയപ്പെടുത്തിയ പാട്ട് എന്ന സാഹിത്യപ്രസ്ഥാനത്തിലെ നാഴികക്കല്ലുകളിൽ പ്രഥമ സ്ഥാനമാണ് ഭാഷാ ഭഗവത്ഗീതയ്ക്ക്. 1 നൂറ്റാണ്ട് മുമ്പ് 1915 മഹാകവി ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഭാഷാ ഭഗവത്ഗീതയുടെ 1ാം പതിപ്പ് പുറത്തിറക്കിയത്. അന്നു മുതൽ ഗ്രന്ഥകാരനെക്കുറിച്ചുള്ള തർക്കവും തുടങ്ങി. മാധവകവിയുടെ ജന്മഭൂമി പത്തനംതിട്ടയ്ക്കടുത്ത് നിരണവും കർമ്മഭൂമി മലയൻകീഴുമാണെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നു. മറ്റൊരു കൂട്ടർ കവിയുടെ ജന്മഭൂമിയും കർമ്മഭൂമിയും മലയൻകീഴാണെന്ന് വാദിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണം, വിഷു, അഷ്ടമി രോഹിണി, മകരമൊന്ന്, മിഥുനം 1 എന്നിവ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളാണ്.
മീനമാസത്തിലാണ് പ്രസിദ്ധമായ മലയൻകീഴ് ഉത്സവം. ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള കുഴയ്ക്കാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള തോട്ടിലാണ് ആറാട്ട്. അനവധി ആനകളുടെയും പഞ്ചവാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ആറാട്ട് ഘോഷയാത്ര. ഭക്തിനിർഭരമായ ഈ ചടങ്ങിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ശ്രീകൃഷ്ണൻ വിവാഹത്തിനാഗ്രഹിച്ചാണ് കുഴയ്ക്കാട് ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതെന്നും ആഗ്രഹം സഫലമാകാതെയാണ് മടങ്ങുന്നതെന്നും കഥ. തിരിച്ചെത്തുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും. തിരിച്ചുള്ള യാത്ര കാണാനും ഭക്തജനങ്ങൾ നിറപറയൊരുക്കി ഭഗവാനെ കാത്തു നിൽക്കുന്നുണ്ടാകും. ഭഗവദ്ഗീതയ്ക്ക് പരിവർത്തനം പവിത്രമാം തൃപാദ വരദാനം. ഭഗവദ്ഗീതയ്ക്ക് പരിവർത്തനം പവിത്രമാം തൃപാദ വരദാനം. കണ്ണശ കവികൾക്ക് ഉൾക്കരുത്തേകിയ പരമാത്മപാദത്തിൽ വന്ദനം. കണ്ണശ കവികൾക്ക് ഉൾക്കരുത്തേകിയ പരമാത്മപാദത്തിൽ വന്ദനം. ശ്രീവല്ലഭപാദത്തിൽ വന്ദനം.